ഞാനൊരു യൂസ് ചെയ്ത പർദ്ദ ഉപയോഗിച്ചാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ 4ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 40 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് 40 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പർദ്ദയൊന്ന് നിവർത്തിയിടാം. യോക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 15 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡിലും 15 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ വിഡ്ത്ത് ഒരു 5 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും അതുപോലെ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു 4.5 ഇഞ്ചസ് ലെങ്ത് വരുന്ന ഒരു ഇലാസ്റ്റിക് നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായി നമുക്ക് ടോപ്പിന് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും ഒരു 1/2 ഇഞ്ചസിൽ സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കണം. ആ ലൈനിലും ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് 17.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഈ എൻഡ് പോർഷൻ മുതൽ ഇലാസ്റ്റിക് വെച്ച ഈ ഭാഗം വരെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സ്ലീവിൻ്റെ എൻഡ് പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലൊക്കെ ഉപയോഗിക്കാത്ത പർദ്ദയുണ്ടെങ്കിൽ വളരെ ഈസിയായി ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.